ഹായ് ഹലോ നമസ്കാരം. ഞാൻ അനുശ്രീ എം മേനോൻ. എൻ്റെ വീട് എറണാകുളം തമ്മനത്താണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പിഷുവിനെ കുറിച്ചാണ്. അയ്യോ ക്ഷമിക്കണം, പിഷാരിച്ചനെ കുറിച്ചല്ല കേട്ടോ. നല്ല ഒന്നാം തരം പിശുക്കിനെ കുറിച്ചാണ്. താത്ത, പിശുക്കെന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള പിശുക്കളുണ്ടല്ലേ. അത്തരത്തിൽ കുറച്ച് പിശുക്കളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് സ്കൂളിലെ കുറച്ച് പിശുക്കളെ കുറിച്ച് ചെയ്യാം. സ്കൂളിലെ പിശുക്ക് എന്ന് പറയുമ്പോൾ ടീച്ചർമാരുടെ വക, കുട്ടികളുടെ വക, എന്തിനേറെ സ്കൂളിൽ ആൻറ്റിമാർക്ക് വരെ ഉണ്ട് പിശുക്ക്. ടീച്ചർമാരുടെ പിശുക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർക്ക് ബോർഡിൽ എന്തെങ്കിലും ചോക്ക് വേണ്ടേ, ഒരു വലിയ ചോക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എന്താ ചെയ്യാന്നറിയോ, അതിനെ ഒടിച്ച് നുറുക്കി കഷ്ണങ്ങളാക്കിട്ടെ അവർ ബോർഡിൽ എഴുതുള്ളൂ. പിന്നെ നമ്മൾ ഈ എക്സാം എഴുതുമ്പോൾ ഒരു കുത്തോ കോമി ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാർ അതിന് മാർക്കിടവർ രണ്ടായിട്ട് പിശുക്ക് കാണിക്കാറുണ്ട് അല്ലേ രചന ചേച്ചി? പിന്നെ അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ കൂട്ടുകാരോട്, ഇപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പെൻസിലോ പേന കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൂട്ടുകാരോട് വിളിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ പേന കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വിളിച്ചു, എടി എനിക്കൊരു പേനായിരുന്നു. അപ്പോൾ അവളെന്താ ചെയ്തെന്നറിയോ, അവളുടെ കയ്യിലുള്ളതിൽ ഒരു മഞ്ഞ പേന നോക്കിയിട്ടാണ്, മഞ്ഞ നിറത്തുള്ള പേനാണ് എനിക്കെന്നത്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പെൻസിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോട് എടി ഒരു പെൻസിലായിരുന്നു. അപ്പോൾ അവളെന്താ ചെയ്തെന്നറിയോ, അവളുടെ പൗച്ചിലുള്ളതിൽ വെച്ചു ഇത് ചെറിയ പെൻസിലൊക്കെ എനിക്ക് തന്നു. അതാണെങ്കിലോ ഷാർപ്പ്നറിലിട്ട് ചെത്താൻ കൂടി പറ്റാത്തൊരു സാധനമായിരുന്നു. ഇനിയിപ്പം ആൻറ്റിമാരുടെ കാര്യത്തിലേക്കാണെങ്കിൽ ഇപ്പോൾ തലവേദനയ്ക്കായിട്ട് നമ്മൾ സിക്ക് റൂം പോകുമ്പോൾ സിക്ക് റൂമിലത്തെ ആൻറ്റിയോടേക്കും ആൻറ്റി കുറച്ച് ബാം വരുന്നു. അപ്പം ആൻറ്റി ഒരു ബാം തരും, പക്ഷെ അത് കുന്നിക്കുരുവിൻ്റെ അത്ര ഉണ്ടാവും ആ ബാം. ആ ബാമിനാണെങ്കിലോ 5-6 അവകാശികൾ വേറെ ഉണ്ടാവും. മറ്റാരല്ല കേട്ടോ, എൻ്റെ നൻപികളാണ്. നൻപികളെ വേറെ ആരില്ലല്ലോ ഈ ലോകത്ത്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലത്തെ കാര്യം ആലോചിച്ചത്. വീട്ടിലെ കാര്യത്തിൽ പിശുക്കെന്ന് പറയുമ്പോൾ എൻ്റെ വല്യച്ഛന് ഭയങ്കര പിശുക്കാണ്. വല്യച്ഛൻ പൂരേക പിശുക്കാണ്. പക്ഷെ എത്ര പിശുക്കണമെന്നാലും വല്യച്ഛനാൾ പാവാണ് കേട്ടോ. ഒരു ദിവസം രാവിലെ ഞാനും വല്യച്ഛനും കൂടി നടക്കാൻ വേണ്ടി പോയിരുന്നു. നടക്കാൻ ഇറങ്ങിയപ്പോഴോ വല്യച്ഛൻ്റെ കാലിലെ ചെരുപ്പിൻ്റെ വള്ളി അങ്ങ് പൊട്ടി. വല്യച്ഛൻ്റെ ചെരുപ്പ് എന്ന് പറയുമ്പോഴേ റബ്ബറിൻ്റെ ചെരുപ്പാണേ. താഴെ നീല കളർ മുകളിൽ വെള്ള കളറുള്ള ഒരു റബ്ബർ ചെരുപ്പ്. പക്ഷെ ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ, ഒരു ബ്ലേഡ് കനത്തിൽ താഴത്തെ നീല കളർ മുകളിലേക്ക് വന്നു. മുകളിലെ വെള്ള കളർ ആണെങ്കിലോ പാണ്ട് പിടിച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ചന്ദ്രൻ്റെ പുറം ഭാഗം പോലെ ഉണ്ടാവും. ധാരാളം കുണ്ടും കുഴികളുണ്ടാവും അതിൽ, ധാരാളം കുണ്ടും കുഴിയാണ്. ഞാൻ വല്യച്ഛനോട് വല്യച്ഛ ഒരു പുതിയ ചെരുപ്പ് മേടിച്ചിരുന്നു. അപ്പോൾ വല്യച്ഛൻ പറയണേ, എടി കൊച്ചേ നീ ആ ചായപ്പിൽ പോയിട്ടേ അവിടെ ഞാൻ കുറച്ച് ചക്കയുടെ കറ ഉണക്കി വെച്ചിട്ടുണ്ട്, നീ അതിങ്ങ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി എന്ന് തൊട്ട് ഞാൻ പോയി. എൻ്റെ വല്യച്ഛൻ എല്ലാ കൊല്ലവും ഈ ചക്കയുടെ കറ ഉണക്കി വയ്ക്കും. എന്തിനാന്നല്ലേ അത് ഞാൻ വഴിയേ പറയാവേ. അത് ഞാൻ ചക്കക്കറ എടുത്ത് കൊടുത്തു. എന്നിട്ട് വല്യച്ഛൻ എന്ത് ചെയ്യുന്നറിയോ, അതൊരുക്കിയിട്ട് ചെരുപ്പിൻ്റെ വള്ളി പൊട്ടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് വല്യച്ഛൻ എന്നോട് പറയണേ, ഇതിനി 1 വർഷം വരെ ഓടുന്നു. ഞാൻ പറഞ്ഞല്ലോ വല്യച്ഛൻ ഈ ചക്കക്കറ ഉണക്കി വെക്കുന്നു എന്തിനാന്നല്ലേ, പാത്രത്തിൻ്റെയോ അല്ലെങ്കിൽ പക്കത്തിൻ്റെയൊക്കെ അവിടെ ഒരു ഓട്ടം വന്നാലേ വല്യച്ഛന് ഇത് വെച്ചിട്ട് അടയ്ക്കുക. ഇവിടെയുള്ള താത്തയ്ക്ക് അറിയോ ഈ ഒരു ട്രിക്ക്? ഇവിടെ ആർക്കെങ്കിലും അറിയാമായിരുന്നു ഈ ട്രിക്ക്? പുതിയ ട്രിക്കാ, ഓർത്ത് വെച്ചോ. പിന്നെയെന്ന് പറയുമ്പോൾ പിന്നെ ഈയിടെ വല്യച്ഛൻ്റെ കൊച്ചുമോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ വീട് പെയിൻ്റ് അടിക്കാൻ വേണ്ടി പെയിൻറ്റ് പണിക്കാർ വന്നു. പെയിൻറ്റ് പണിക്കാർ പറഞ്ഞ സാധനങ്ങളൊന്നുമല്ല എൻ്റെ വല്യച്ഛൻ മേടിച്ചത്. പെയിൻറ്റ് പണിക്കാർ പറഞ്ഞു 2 ബക്കറ്റ് വെള്ള പെയിൻറ്റ് മേടിക്കണം. പക്ഷെ എൻ്റെ വല്യച്ഛനാണെങ്കിലോ ആകെ 1 ബക്കറ്റ് വെള്ള പെയിൻറ്റേ മേടിച്ചുള്ളൂ. അപ്പോൾ പെയിൻറ്റ് പണിക്കാർ വെച്ചു, അല്ല 2 ബക്കറ്റ് മേടിക്കാൻ ഇതെന്തോ 1 ബക്കറ്റ്. അപ്പോൾ വല്യച്ഛൻ പറയണേ 1 ബക്കറ്റ് വെള്ളം കൂടി ചേർത്ത് കലക്കങ്ങ് നീട്ടി പൂഷിക്കോളാം പിള്ളേരെന്ന്. പക്ഷെ എന്ത് പറയാനല്ലേ എൻ്റെ വല്യച്ഛൻ്റെ പിശുക്ക്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ 2ാമത്തെ പിശുക്കിയാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മ ഒരു ഭൂലോക പിശുക്കിയാണ്. ഒരു ദിവസം ഓണം സെലിബ്രേഷന് ഞാൻ അമ്മയോട് അമ്മ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ് ഒരു പാവാടയും ബ്ലൗസും വെച്ചിരുന്നത്. അപ്പം അമ്മ എന്താ ചെയ്തതെന്നറിയോ, വേഗം തന്നെ അമ്മയുടെ മുറിയിൽ പോയിട്ടേ അലമാരിന്ന് മിനിമം അമ്മ ഒരു 5 വർഷം കൊടുത്ത് പഠിക്കൊരു സാരി ഇരിക്കുക, അതെടുത്തിട്ടാണ് എനിക്ക് പാവാടയും ബ്ലൗസും തയ്ച്ചു തന്നത്. അങ്ങനെ കുറച്ച് മാസം കഴിഞ്ഞു ക്രിസ്മസ് സെലിബ്രേഷൻ വന്നു. അമ്മയോട് പറഞ്ഞു അമ്മ ക്രിസ്മസ് സെലിബ്രേഷനാണ് ഒരു ഫ്രോക്ക് മേടിച്ചിരുന്നത്. അപ്പം അമ്മ എന്താ ചെയ്തെന്നറിയോ, നേരത്തെ വെച്ച് പാവാടയും ബ്ലൗസില്ലേ അത് തന്നെ വീണ്ടും ഒരുമിച്ച് തയ്ച്ചിട്ട് അത് വെച്ച് എനിക്കൊരു ഫ്രോക്ക് കഴിച്ചിരുന്നത്. രമേശ് ഏട്ടാ ഇത് കേൾക്കണം, ഇങ്ങനെയാണെങ്കിൽ ഞാൻ 12th ഫെയർവെൽ പാർട്ടിക്ക് ഒരു സാരി എടുക്കാമെന്ന് വിചാരിച്ചാൽ അമ്മ ഈ ഫ്രോക്കിനെ കട്ട് ചെയ്ത് ബ്ലൗസ് ആക്കി തരും. ചെന്ന് പറയാൻ എൻ്റെ അമ്മയുടെ പിശുക്ക് ഇങ്ങനെ പോകണമെങ്കിൽ. പിന്നെ എൻ്റെ അമ്മയുടെ എക്സ്ട്രീം പിശുക്കാണെങ്കിൽ വീട്ടിലൊരു സോപ്പ് അടിക്കണം. എൻ്റെ അമ്മ പറയും സാധാരണ ആൾക്കാർ സോപ്പ് അടിക്കുന്നത് കുളിക്കാനാണെങ്കിൽ ഞാനും എൻ്റെ സോപ്പ് അടിക്കണം പതിപ്പിച്ച് കളിക്കാനാണെന്ന്. അപ്പം എൻ്റെ അമ്മ എന്താ ചെയ്യാന്നറിയോ, ഒരു സോപ്പ് എടുത്ത് കഴിഞ്ഞാൽ ആ സോപ്പിൻ്റെ സൈസ് അനുസരിച്ച് അതിനെ 3-4 കഷ്ണമാക്കി കട്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ടാണ് ഞങ്ങൾ കുളിക്കണത് തന്നെ. പിന്നെ അത് പറഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ സംസാരിക്കാൻ പിശുക്കുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? അങ്ങനെ എൻ്റെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഒരാൾ, എൻ്റെ സൂപ്പർ ഹീറോ, അതായത് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛന് സംസാരിക്കാൻ ഭയങ്കര പിശുക്കാണ്. ഇപ്പോൾ നമ്മൾ അച്ഛനോട് എന്തെങ്കിലും സംസാരിച്ചാലേ അച്ഛൻ എങ്ങനെയാണ് തിരിച്ച് മറുപടി പറയാന്നറിയോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും അച്ഛൻ തിരിച്ച് മറുപടിയാണ്. അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് ഫോണിൽ കുത്തി കളിയാണ് എൻ്റെ അച്ഛൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ പതിവില്ലാണ്ട് എൻ്റെ അച്ഛനെ കാണാൻ കുറച്ച് ആൾക്കാർ വന്നു. വീട്ടിലെ ആൾക്കാർ വരുന്നൊരു പുത്തിരി അല്ലല്ലോ.
കാരണം എൻ്റെ അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ഫേമസ് ആണ്, റിട്ടയർഡ് വില്ലേജ് ഓഫീസറാണ്. പിന്നെ കുറച്ച് നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ കുറച്ച് കൂട്ടുകാർ വീട്ടിലേക്ക് വന്നു. അപ്പോഴേ അവിടെ ട്രാപ്പായത് മറ്റാരുമില്ല, എൻ്റെ സൂപ്പർ ഹീറോയാണ്. അവിടെ വന്ന ആൾക്കാർക്ക് എൻ്റെ അച്ഛനോടാണ് ഓരോ ചോദ്യങ്ങൾ വെച്ചുകൊണ്ടിരുന്നത്. സുഖാണോ, ജോലിയൊക്കെ എങ്ങനെ വന്നു എന്നൊക്കെ അച്ഛനോട് സംസാരിച്ചത്. അപ്പോഴേ അച്ഛനാണെങ്കിൽ സംസാരിക്കാൻ പിശുക്കളുടെ കൂട്ടത്തിലാണല്ലോ. എന്നെ അച്ഛൻ അടുത്തേക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ നീ അപ്പുറത്തെ മുറി പോയിട്ടേ അച്ചാച്ചൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാൻ. അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്തു. എൻ്റെ അച്ഛൻ ആ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ആ സർ ഐ എം ഗോയിങ് ടു ഡു ദ വർക്ക്. നൈസായിട്ട് അച്ഛനോട് എസ്കേപ്പായി. പിന്നത്തെ കാര്യം, നാട്ടിലൊക്കെ ഒരു കട ഉണ്ടാവും അല്ലേ, കടക്കാർ കൊണ്ടൊരു പിശുക്ക്. കാര്യം ഇപ്പം നമ്മൾ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിച്ചു കഴിഞ്ഞാൽ കടക്കാർക്ക് ബാക്കി ചില്ലറ ഭയങ്കര പിശുക്കാണ്. ഇപ്പം നമ്മൾ സാധനം മേടിച്ചാൽ ബാക്കി ചില്ലറ തരാൻ പറഞ്ഞാൽ കടക്കാർ പറയും ബാക്കി പൈസയ്ക്ക് മിഠായി എടുക്കട്ടെ എന്ന്. പിന്നെ മിഠായി നേട്ടാ ആറ് മനസ്സൊന്നും അലിക്കാത്ത ഏത് കുഞ്ഞു കൊച്ചു വലിയ ആൾക്കാർ വരാം, മിഠായി നേട്ടാ അവരുടെ മനസ്സം കളിക്കും. പിന്നെ കിട്ടിയ മിഠായി മേടിച്ചുകൊണ്ടായിരിക്കും തിരിച്ച് വീട്ടിലേക്ക് വരാം. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ആൻറ്റി ഉണ്ട്. ഈ ആൻറ്റിയുടെ ഹസ്ബൻഡ് റിട്ടയർഡ് ഗവൺമെൻറ് ഓഫീസറാണ്. മോൻ ദുബായിൽ ഭയങ്കര സെറ്റിൽഡാണ്. പക്ഷേ ഈ ആൻറ്റിയുടെ റേഷൻ കാർഡ് കളർ എന്താണെന്നറിയോ ഇവിടെ ആർക്കെങ്കിലും? ഈ ആൻറ്റിയുടെ റേഷൻ കാർഡ് കളർ നീലയാണ്. സാധാരണ ഇങ്ങനെ ഹൈ ക്ലാസ് ഫാമിലിയുള്ള ആൾക്കാരുടെയൊക്കെ റേഷൻ കാർഡ് കളർ വെള്ളയാണ് വരണ്ടേ, പക്ഷേ ഈ ആൻറ്റിയുടെ മാത്രം നീലയാണ്. ഒരു സാരി ആൻറ്റിയോട് ചോദിച്ചു, എന്തായിട്ട് ഈ ആൻറ്റിയുടെ റേഷൻ കാർഡ് കളർ മാത്രം നീലാന്ന്. ആൻറ്റി പറയണേ വെള്ളയേക്കാളും കൂടുതൽ ആനുകൂല്യങ്ങൾ നീലേ കിട്ടും, പിന്നെ എന്തിനാ മോളെ നമ്മളത് വേണ്ടാന്ന് വെക്കുന്നതെന്നാണ് ആൻറ്റി ചോദിക്കുന്നത്. ഒരു ദിവസം ഒരു അബദ്ധവശാൽ ഞാൻ ഈ ആൻറ്റിയുടെ കൂടെ കടയിലേക്ക് പോയി സാധനം മേടിക്കാൻ. ഞങ്ങൾ പോയത് വൈകുന്നേരത്തെ ആദായക്കടയില്ല. ആദായക്കട എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലക്കുറവായിരിക്കും. ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ സാധനങ്ങൾക്ക് 50 രൂപയുടെ സാമ്പാർ കിറ്റ്, 100 രൂപയുടെ സാമ്പാർ കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ആൻറ്റി അവിടെ ചെന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ ചേച്ചി? ഈ ആൻറ്റി അവിടെ ചെന്നിട്ട് വിലപ്പേശി സാധനങ്ങൾക്കൊക്കെ തീരെ വിലക്കുറവിലാക്കിയിട്ടാണ് സാധനം മേടിച്ചത്. സാധനം മേടിച്ച് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴേ അവിടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളെ ഏതോ അന്യഗ്രഹ ജീവികളെ പോലെയാണ് നോക്കിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞു, എനിക്ക് പിശുക്കില്ലേന്ന്. താത്താ മത്തലിട്ടാ കുമ്പളം മുളയ്ക്കോ? ഇല്ലല്ലോ, എനിക്കുണ്ട് പിശുക്ക്. എൻ്റെ പിശുക്കും പിന്നെ എൻ്റെ വല്ലിച്ചൻ്റെ ബാക്കി പിശുക്കിനെ കുറിച്ച് പറയാൻ ഇനി എനിക്കൊരു അവസരം കിട്ടിയ അപ്പം ഞാൻ പറയാം. നന്ദി, നമസ്കാരം. Once upon a time